നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ജപ്പാനിൽ അതിഭീകര ഭൂമികുലുക്കം, തീവ്രത 8-നും മുകളിൽ. വടക്കൻ ജപ്പാനിലെ മിസാവയ്ക്ക് സമീപം അതിതീവ്ര ഭൂചലനത്തെ തുടർന്ന് ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തീരദേശവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനായി കാലാവസ്ഥാ ഏജൻസി നിർദ്ദേശം നൽകി. ജപ്പാന്റെ തീരദേശ മേഖലകളായ ഹൊക്കൈഡോ, അമോരി, ഇവാറ്റെ പ്രവിശ്യകളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയത്. ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ മേഖലയിലെ ചില സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്തുനിന്ന് 80 കിലോമീറ്റർ അകലെ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ ആശങ്ക പടർത്തി മെഗാ ക്വേക്ക് മുന്നറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. ഭൂകമ്പത്തെ തുടർന്ന് 40 മുതൽ 50 സെന്റിമീറ്റർ ഉയരത്തിൽ സുനാമി തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ചതിനു പിന്നാലെയാണ് വിനാശകരമായ 8-ന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന മെഗാ ക്വേക്കിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയത്. ഭൂകമ്പത്തിന് പിന്നാലെ 90,000 പേരെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. സുനാമി മുന്നറിയിപ്പുകൾ പിൻവലിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയായ JMA ആണ് മെഗാ ക്വേക്ക് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. ഉടൻ ഒരു മെഗാ ക്വേക്കിന് സാധ്യതയില്ലെങ്കിലും ജപ്പാൻ മേഖലയിൽ ഒരു ഭീമൻ മെഗാ ക്വേക്ക് സംഭവിക്കാനുള്ള സാധ്യത മുൻപുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ 5.1 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവും ജപ്പാനിൽ ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. ഹോൻജോയിൽ നിന്ന് ഏകദേശം 122 കിലോമീറ്റർ തെക്ക് 35 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 90,000-ഓളം പേരെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സുനാമി മുന്നറിയിപ്പുകൾ നിലവിൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയായ JMA നൽകിയ മുന്നറിയിപ്പിൽ മെഗാ ക്വേക്ക് സംഭവിക്കാനുള്ള സാധ്യത മുൻപുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നു. അതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ 5.1 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം കൂടി ജപ്പാനിൽ ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. ഹോൻജോ ദ്വീപിൽ നിന്ന് ഏകദേശം 122 കിലോമീറ്റർ തെക്ക് 35 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. തീരദേശവാസികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഉടൻ തന്നെ മാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആവോമോരി പ്രിഫെക്ചറിലെ തീരത്തുനിന്ന് 80 കിലോമീറ്റർ അകലെ കടലിൽ 50 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ജപ്പാനിലെ വടക്കൻ കിഴക്കൻ മേഖലകളിലെ വലിയൊരു ഭാഗത്തും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഭൂചലനത്തെ തുടർന്ന് ഹൊക്കൈഡോ, ആവോമേരി, ഇവാറ്റെ എന്നീ പ്രിഫെക്ചറുകളിൽ സുനാമി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കുകിഴക്കൻ തീരപ്രദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടായേക്കാമെന്നാണ് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂകമ്പമാപിനിയിൽ 8-നു മുകളിൽ തീവ്രത രേഖപ്പെടുത്തിയ ശക്തിയേറിയ ഭൂചലനത്തെയാണ് മെഗാ ക്വേക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം വിനാശകരമായ ഭൂകമ്പങ്ങൾ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എങ്കിലും വലിയ സുനാമികൾക്ക് ഇത് കാരണമാകാറുണ്ട്. ജപ്പാനിലെ നാൻകായ് ട്രഞ്ച് മെഗാ ക്വേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലയായി വിലയിരുത്തപ്പെടുന്നു. മെഗാ ക്വേക്കിനെ തുടർന്ന് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ വലിയ സമ്മർദ്ദം സംഭവിക്കുകയും ഇത് ശക്തിയേറിയ ഭൂകമ്പത്തിന് കാരണമാകുകയും ചെയ്യുന്നു. 1960-ലെ ചിലെ ഭൂകമ്പവും 9.5 തീവ്രതയായിരുന്നു. 1964-ലെ അലാസ്ക ഭൂകമ്പവും 9.2 തീവ്രത ഇത്തരം മെഗാ ക്വേക്കുകൾക്ക് ഉദാഹരണമാണ്. മലയാളി വാർത്ത പ്ലസ്.